ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഒരുങ്ങി കെട്ടി പോകുന്നത് വേറെ എവിടേക്കുമല്ല ഗൈസ്, എൻ്റെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അനുണ്ട്, എൻ്റെ കൂടെ അമ്മൂസുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്. നമ്മൾ കൊല്ലത്തുള്ള MKയിലാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചടങ്ങിലേക്ക് ഇങ്ങോട്ട് കിടക്കാം. എൻ്റെ ഡ്രസ്സാണ് ആദ്യമേ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ ലെഹങ്കയാണ് ഗൈസ് എൻ്റെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത്, എടുക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴേ ഓരോന്നൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം എല്ലാവരുടെയും അഭിപ്രായമൊക്കെ മാനിച്ചുകൊണ്ടല്ലോ നമ്മൾ എടുക്കാൻ അപ്പോൾ ഞാൻ ഏകദേശം ഒരു പേസ്റ്റൽ കളറിൽ പിടിച്ച് നിൽക്കുമായിരുന്നു. എനിക്കിത് മോസ്റ്റ്ലി ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡ്രസ്സായിരുന്നു. അപ്പോൾ ഞാൻ പേസ്റ്റൽ കളറിൽ എടുത്ത് നിന്നപ്പോഴത്തേന് എൻ്റെ അമ്മേനെ ചതിച്ചു ഗൈസ്. ഇല്ല, ഡാർക്ക് കളർ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അമ്മ ഒറ്റ കല്ല് നിൽക്കുമായിരുന്നു. അങ്ങനെ അവസാനം ഈ ഒരു 3 എത്തി. ഇതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അമ്മയ്ക്കും കുഞ്ഞിക്കുള്ള സാരി എടുക്കാൻ വേണ്ടിയിട്ട് സാരിയുടെ സെക്ഷനിലോട്ട് പോയി. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഏകദേശം സെയിം ആയിട്ടുള്ള സാരി എടുക്കണം എന്ന് നമ്മൾ ഏകദേശം ഒന്ന് പ്ലാൻ ചെയ്തിട്ട് പോയതാണ്. അങ്ങനെ അവർക്കത് ഒരുപോലത്തുള്ള സാരിയൊക്കെ നമ്മൾ തപ്പി പിടിച്ച് അവർക്ക് ട്രയൽ ചെയ്ത് ഇഷ്ടമുള്ള അവസാനം അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ വിശപ്പിൻ്റെ വിളി ഇങ്ങോട്ട് വരാൻ തുടങ്ങിയത്. നമ്മൾ തൊട്ടടുത്തുള്ള ഫയൽമാൻ ഹോട്ടലിൽ പോയിട്ട് നല്ല ചൂട് ചിക്കൻ കറിയും നല്ല ചൂട് നെയ്ച്ചോറും അങ്ങോട്ട് കഴിച്ചു ഗൈസ്. അത് കഴിച്ചപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ജീവൻ തിരിച്ച് കിട്ടിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെയും കടയിലോട്ട് തന്നെ പോയിട്ട് കൊച്ചനും അച്ഛനൊക്കെയുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെൻസിൻ്റെ സെക്ഷനിലോട്ട് പോയി. അങ്ങനെ അവർക്ക് ആദ്യമേ മെറ്റീരിയൽ എടുക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും നമുക്ക് അങ്ങോട്ട് മനസ്സിനൊത്തിണങ്ങിയൊന്നും കിട്ടിയില്ല. അങ്ങനെ നമ്മൾ റെഡിമെയ്ഡ് എടുത്തു. പിന്നീട് നമ്മൾ അമ്മൂസിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഇതാണ് അവളുടെ ആ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് വേറെ ഒന്നും ട്രൈ പോലും ചെയ്ത് നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട് അനുവിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും നമ്മൾ ഓരോന്നൊക്കെ സെലക്ട് ചെയ്ത് നോക്കിയെടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവൾക്കും ഇഷ്ടമുള്ള പറഞ്ഞു എടുത്തു ഗൈസ്. അതിനുശേഷം നമ്മുടെ കല്ലൂസിനുള്ള കുട്ടിപ്പട്ടാളത്തിനുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ നമ്മൾ കല്ലൂരിന് 2 മോഡൽ ഡ്രസ്സ് ട്രൈ ചെയ്തു. ഇതിലേതാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്തത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഡ്രസ്സെല്ലാം മേടിച്ച് ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മൾ അവസാനം കടയിൽ നിന്ന് ഇറങ്ങി. സൂര്യഭഗവാനെ കണ്ടിട്ട് ആ കടയിൽ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. തിരിച്ചിറങ്ങിയപ്പോൾ രാത്രിയും. അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.